മുംബൈ മാനേജ്മെന്റ് ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതോടെ മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നാണ് അവർ ആലോചിക്കുന്നത്. മാനേജ്മെന്റ് മീറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മയോട് തിരിച്ച് ക്യാപ്റ്റനാകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ രോഹിത് ഇതിന് സമ്മതം മൂളിയിട്ടില്ല. പാണ്ഡ്യ ഒഴിവാക്കിയാൽ ആരായിരിക്കും ഇനി മുംബൈ ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ? ഇപ്പോഴിതാ വലിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതുവരെ സൂര്യകുമാറിനെ കളിക്കാൻ സാധിച്ചിട്ടില്ല. താരത്തിന് പരിക്കായിരുന്നു. അടുത്ത മാച്ചിൽ സൂര്യ കളിക്കാൻ ഇറങ്ങും. എന്നാൽ അടുത്ത മാച്ചിൽ വലിയ ട്വിസ്റ്റാണ് വരാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതേപറ്റി മുംബൈ മാനേജ്മെൻറ്റ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നീത അംബാനി പറയുന്നത് ഇങ്ങനെയാണ്: മുംബൈ ടീമിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾക്കും അറിയാം. പക്ഷേ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു വരികയാണ്. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി നല്ലതല്ലെങ്കിൽ ഞങ്ങൾ താരത്തെ മാറ്റും. പക്ഷേ രോഹിത് ശർമ്മ ക്യാപ്റ്റനാകാൻ ഇനി അനുസരിക്കുമെന്നത് വ്യക്തമല്ല. രോഹിത് ശർമ്മ ഇപ്പോൾ വലിയ ചൂടിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പക്ഷേ സൂര്യകുമാറിനെ ക്യാപ്റ്റനാക്കാൻ സാധ്യതയുണ്ട്. സൂര്യ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ട്. അവൻ T20യിൽ നമ്പർ 1 ആണ്. പാണ്ഡ്യ മോശം ക്യാപ്റ്റൻസി കാഴ്ചവെച്ചാൽ രോഹിത് ശർമ്മ സമ്മതിച്ചില്ലെങ്കിൽ സൂര്യ ഞങ്ങൾ ക്യാപ്റ്റനാക്കും. മുംബൈ ടീമിനെ തകർക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ടീമിനെ നല്ല രീതിയിൽ പാണ്ഡ്യ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസമെന്ന് നീത അംബാനി വ്യക്തമാക്കി. മുംബൈ ടീമിൽ ഇനി ഒരു പുതിയൊരു ക്യാപ്റ്റനെ ആരാധകർ സ്വപ്നം കാണുന്നുണ്ട്. രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ടില്ലെങ്കിലും പാണ്ഡ്യ ആവുന്നത് ആർക്കും തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പാണ്ഡ്യയ്ക്ക് പകരം ഒരു പുതിയ താരമായാൽ അത് ആരാധകർക്ക് സന്തോഷമാണ്. മുംബൈ ടീമിന് 2 ചോയ്സാണ് ഇപ്പോൾ ഉള്ളത്: ജസ്പ്രീത് ബുംറയും സൂര്യകുമാറും. സൂര്യകുമാർ ഒരുപക്ഷെ അടുത്ത മാച്ചിൽ തിരിച്ചു വരുമെന്നാണ് റിപ്പോർട്ട്. ഇനി മുംബൈ മാനേജ്മെൻറ്റ് സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അടുത്ത മാച്ചിൽ സൂര്യയെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനി മുംബൈയുടെ അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.